ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറും 3 ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു മുട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 3 മിനിറ്റിൽ തന്നെ ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം, എന്നാലോ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്നൊരു സ്നാക്ക് തന്നെയാണിത്. അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മുട്ട പൊട്ടിച്ചിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഒഴിക്കാം. അപ്പോൾ വെറും ഒരു മുട്ട മതി കേട്ടോ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാര ചേർത്തിട്ട് നമ്മളൊരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഈ പഞ്ചസാര മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 3ാമത്തെ ചേരുവയായിട്ടുള്ള ബ്രെഡാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 7 ബ്രെഡാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത് ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിതിൻ്റെ അരികുവശം കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ ബ്രെഡൊക്കെ ചെറിയ പീസായിട്ട് ഇതുപോലെ പിച്ചി നമുക്ക് ഈ മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം. എടുത്തു വെച്ചിട്ടുള്ള 7 ബ്രെഡും ഇതുപോലെ പിച്ചിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ബ്രെഡിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ ഈ മുട്ടയിലേക്ക് ബ്രെഡ് ഇട്ട് കഴിഞ്ഞ് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റണം കേട്ടോ. അപ്പോൾ അതുവരെയാണ് ബ്രെഡ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ എന്താണെങ്കിലും 7 ബ്രെഡ് ഇട്ട് കൊടുത്തിട്ട് ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം നമ്മൾ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുക്കുക ഇതുപോലെ. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ഇതുപോലെ ഒരു ഫിംഗേഴ്സിൻ്റെ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ എല്ലാം ആക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന വരെ നമ്മൾ മുട്ടയിലോട്ട് ബ്രെഡ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. അതായത് ബ്രെഡിൻ്റെ അരികുവശമൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുമല്ലോ, അതൊന്ന് പൊടിച്ചെടുത്ത് വെച്ചതാണ് കേട്ടോ അത്. അപ്പോൾ അതിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ ഈ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അതിന് ശേഷമാണ് കേട്ടോ ഫ്രൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ സ്നാക്ക് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഇവിടെ ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമ്മളിത് എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി. പിന്നെ ഇത് ഫ്രൈ ചെയ്യേണ്ടത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ. അല്ലാതെ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോവും. പിന്നെ ലോ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല, കാരണം ബ്രെഡൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് എണ്ണ കുടിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി. ഇപ്പോൾ ഇത് നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വെറും 3 ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന 3 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട മാത്രം മതിയല്ലോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും. അപ്പോൾ അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും കേട്ടോ. അതിൽ ഓൾ എന്ന ഓപ്ഷൻ വേണം പ്രസ് ചെയ്യാനേ, എങ്കിലേ ഞാൻ ഇടുന്ന റെസിപ്പികളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്